പാവം പ്രിയങ്ക ഒരു ആവേശത്തിന് ഗോമൂത്രത്തെ കുറിച്ച് പറഞ്ഞതാണ്. എന്തായാലും ഇപ്പോൾ ആ ഒരു പ്രസ്താവന വളരെ പൊല്ലാപ്പായിരിക്കുകയാണ്. കോൺഗ്രസിനെ പോലും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഗോമൂത്ര പ്രസ്താവന. IIT മദ്രാസ് ഡയറക്ടർ പ്രൊഫസർ വി കാമകോടിയെ പ്രിയങ്ക ഗാന്ധി വദ്ര ഗോമൂത്ര വിദഗ്ധൻ എന്ന് ആക്ഷേപിച്ചതിനെതിരെ 215 വിരമിച്ച വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന അക്കാദമിഷ്യന്മാർ തുറന്ന കത്തുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തരം ഭാഷകൾ ശാസ്ത്രീയ ചർച്ചകളെ വെല്ലുവിളിക്കുന്നതിനു പകരം അവയെ തകർക്കുകയാണ് ചെയ്യുന്നത് എന്ന് കത്തിൽ പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ ഒന്നിന്റെ തലവനാണ് പ്രൊഫസർ കാമകോടി. IIT മദ്രാസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ MS, PhD ബിരുദങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹം 150-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 50-ലധികം R&D പ്രോജക്ടുകളുടെ ഭാഗമായിരുന്ന അദ്ദേഹത്തിന് DRDO അക്കാദമിക് എക്സലൻസ് അവാർഡും ഇന്ത്യൻ ഇലക്ട്രോണിക്സ് ആൻഡ് സെമി കണ്ടക്ടർ അസോസിയേഷൻ ടെക്നോ വിഷണറി അവാർഡും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡസ്ട്രി ഗ്രേഡ് മൈക്രോ പ്രോസസറിന് പിന്നിലെ മുഖ്യശില്പി കൂടിയായ അദ്ദേഹം രാജ്യത്തെ മുൻനിര ടെക് ബുദ്ധികളിൽ ഒരാളാണെന്ന് തുറന്ന കത്തിൽ വ്യക്തമാക്കുന്നു. ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുക്കാനുള്ള ഭരണഘടനാപരമായ കടമയും കത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രീയ അന്വേഷണങ്ങൾക്ക് വസ്തുക്കളുടെ നിഷ്പക്ഷമായ പരിശോധനയാണ് ആവശ്യമെന്നും അല്ലാതെ പരിഹാസമല്ല എന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രൊഫസർ കാമകോടി വെറുമൊരു അക്കാദമീഷ്യൻ മാത്രമല്ല എന്നതിനാൽ ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട്. 150-ലധികം ഗവേഷണ പ്രബന്ധങ്ങളും ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡസ്ട്രി ഗ്രേഡ് മൈക്രോ പ്രോസസർ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കും വഹിച്ച IIT മദ്രാസ് ഡയറക്ടർ എന്ന നിലയിൽ രാജ്യത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന പദവികളിൽ ഒന്നാണ് അദ്ദേഹം വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളോടുള്ള വിയോജിപ്പ് തെളിവുകളുടെയും സംവാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആയിരിക്കണമെന്നും അല്ലാതെ അവഹേളിക്കുന്ന ലേബലുകൾ ചാർത്തി കൊടുക്കരുത് എന്നും കത്തിൽ ഒപ്പിട്ടവർ വാദിക്കുന്നുണ്ട്. എന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സംഭവം മറ്റൊരു തരത്തിലുള്ള അപകട സാധ്യത ഉണ്ടാക്കുന്നതായും വിലയിരുത്തലുകളുണ്ട്. ശാസ്ത്രീയ മനോഭാവത്തിന്റെയും ഭരണഘടനാ മൂല്യങ്ങളുടെയും സംരക്ഷകരായ പാർട്ടി സ്വയം നിരന്തരം അവതരിപ്പിക്കുമ്പോൾ ഇത്തരം വ്യക്തിഗത ആക്രമണങ്ങൾ ആ അവകാശവാദത്തെ ദുർബലപ്പെടുത്തുന്നു എന്നും വിമർശകർ വാദിക്കുന്നു. ആശയങ്ങൾ കാർട്ടൂണുകളിലൂടെയല്ല തെളിവുകളിലൂടെയാണ് പാർലമെന്റിൽ എതിർക്കപ്പെടേണ്ടത് എന്ന് തുറന്ന കത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യ സെമി കണ്ടക്ടറുകൾ, കൃത്രിമ ബുദ്ധി, നൂതന നിർമ്മാണം എന്നിവയിൽ വലിയ രീതിയിൽ നിക്ഷേപം നടത്തുന്നതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞരും ഗവേഷണ സ്ഥാപനങ്ങളും ദേശീയ നയങ്ങൾ കൂടുതൽ നിർണായകമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം. മുംബൈയിലെ മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ GD യാദവ്, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെക്രട്ടറി ജനറൽ പ്രൊഫസർ പങ്കജ് മിത്തൽ എന്നിവർ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ജനാധിപത്യം വളരുന്നത് വിയോജിപ്പുകളിലൂടെയാണ്, സമ്മതിക്കാം. പ്രത്യേകിച്ച് ശാസ്ത്രീയ വിഷയങ്ങളിൽ പരിഹാസത്തിനൊരിക്കലും ന്യായമായ സംവാദത്തിന് പകരമാകാൻ കഴിയില്ലെന്ന് അവർ വാദിക്കുന്നു. പ്രിയങ്കയെ കടന്നാക്രമിച്ചുകൊണ്ട് കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇത്തരം പരാമർശങ്ങൾ ഇന്ത്യയുടെ അക്കാദമിക് ഗവേഷണ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ആശങ്കാജനകമാണ്. നമ്മുടെ ശാസ്ത്രജ്ഞർക്കും പണ്ഡിതന്മാർക്കും അധ്യാപകർക്കും അവഹേളനപരമായ ലേബലുകൾക്ക് ഇരയാകും എന്ന ഭയമില്ലാതെ പൊതു ചർച്ചകളിൽ പങ്കെടുക്കാൻ സാധിക്കും എന്ന് ഉറപ്പു നൽകേണ്ടതുണ്ട്. അവരുടെ വാദങ്ങളെ വിമർശിക്കൂ, തെളിവുകളെ വെല്ലുവിളിക്കൂ, ഉയർന്ന തെളിവുകൾ ആവശ്യപ്പെടൂ, എന്നാൽ പാണ്ഡിത്യത്തെ തന്നെ ചെറുതായി കാണരുത്. എന്തായാലും നിരവധി അക്കാദമീഷ്യന്മാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ കോൺഗ്രസും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിരോധത്തിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.